നമസ്കാരം എല്ലാവർക്കും. നമ്മളിപ്പോൾ ഉള്ളത് കാവാലിയിലാണ്. കാവാലിയിൽ ഇവിടെ നിർത്തി ചായ കുടിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഇവിടെ നിന്നുള്ള യാത്രയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കൂടെ സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കാണുന്നതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമുക്ക് യാത്ര തുടങ്ങാം. നമ്മളിപ്പോൾ കാവാലി ഇവിടെ ചായ കുടിക്കാൻ ഇവിടെ അണ്ണന്മാരുടെ വണ്ടികളൊക്കെ നിർത്തുന്ന ഒരു ചായക്കടയാണ്ടാവാം. ഇവിടെ ചായ കുടിക്കാനൊക്കെ നിർത്തിയതാണ് രണ്ടുപേരും. അപ്പം നമുക്കിനി യാത്ര തുടങ്ങാം. നേരം വെളുത്ത് വരണുള്ളൂ. നമ്മുടെ തമിഴ്നാട് തൊപ്പൂര് കഴിഞ്ഞാൽ പിന്നെ അണ്ണന്മാരുടെ ഏറ്റവും കൂടുതൽ വണ്ടികൾ നിർത്തുന്ന സ്ഥലം അത് നിർത്തുന്ന വെച്ചാൽ നമ്മുടെ തമിഴ്നാട് തൊപ്പൂര് ഉള്ളതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ. തമിഴ്നാട് അരി, അതായത് ഈ വണ്ടിക്കാരെ അരി സാധനങ്ങളൊക്കെ പഠിക്കാനാണ് നിർത്തിയേക്കണേ. ഇവിടെ കഴിഞ്ഞാൽ പിന്നുള്ളത് പലസ മറ്റേ വിശാഖപട്ടണമൊക്കെ കഴിഞ്ഞിട്ട് ഇതൊക്കെ ഉണ്ട്. രാത്രിക്കൊക്കെ വണ്ടികൾ കൊണ്ട് നിർത്തി എല്ലാ വണ്ടിക്കാരും കിടന്ന് ഉറങ്ങാൻ വേണ്ടിയൊക്കെ നിർത്തിയതാ. നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ പാടങ്ങളൊക്കെ മണ്ണിട്ട് നികത്തി റിയൽ എസ്റ്റേറ്റ് മാഫിയ കൈകാര്യമാണ്. ഗ്രീൻ സിറ്റി ഇതൊക്കെ നെൽപ്പാടങ്ങളാണ്. അതൊക്കെ നികത്തി സെറ്റപ്പാക്കി എടുക്കണ് ബില്ലുകൾ പണിയാൻ വേണ്ടി. സൂര്യൻ ചേട്ടൻ പതുക്കാണ് ഉദിച്ചു വരണുള്ളൂ. നമ്മൾ വണ്ടി ഇവിടെ നിർത്തിയിട്ട് കാലത്തിന് നമ്മുടെ പ്രാഥമികമായ കാര്യങ്ങൾ ഇപ്പോൾ നടത്താനുള്ള പോലുള്ളൊരു മാർഗം നോക്കണം. ഈ ഹൈവേയിലൊന്നും അതിനുള്ള സൗകര്യം ഉണ്ട്. ടോളിൻ്റെ അവിടെ ഉണ്ട്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ വണ്ടി നിർത്താൻ സൗകര്യം. എന്ത് വനം വനമല്ല, എന്തൊരു ഇതാണ്. എന്താ വളർത്തണ സാധനം കേട്ടോ അത്. വണ്ടി അവിടെ നിർത്തിയിട്ട് ഇതുണ്ട് വെള്ളം കെട്ടി കിടക്കണത്. തടാകമൊന്നുമല്ല കേട്ടോ. ദൂരെ വരെ ഉണ്ട്. സൂര്യൻ ചേട്ടൻ ഉദിച്ചു വരണണ്ട. ഉദിച്ചു വരണുള്ളൂ സൂര്യൻ ചേട്ടൻ. ട്രെയിൻ പോണണ്ട. നമ്മളങ്ങനെ സിംഗനാർക്കോട്ടോ കാലത്തന്നെ ഇഡ്ഡലി കഴിക്കട്ടാ. നമ്മളങ്ങനെ ഓങ്കോളായിട്ടോ. ഓങ്കോൾ ടൗണിലൊന്നും പോയില്ല. നമ്മൾ ബൈപ്പാസ് അടിക്കും. ഇവിടുന്ന് ഇടത്തോട്ട് പോണതാണ് ഓങ്കോൾ. പിന്നെ കൽക്കട്ട 1362 കിലോമീറ്റർ, വിജയവാഡ 154 കിലോമീറ്റർ. എന്താ പാടങ്ങള്. നമ്മളാ പാലത്തിന്റെ മുകളിൽ കൂടെയാണ് പോകണ്ട കേട്ടോ. അങ്ങ് ദൂരൊരു പാലം കാണണ്ട. ഓരോ കൃഷിക്ക് ചെയ്യാനുള്ള പാടങ്ങൾ നമ്മൾ ഈ കാണണം. ചില ഭാഗത്ത് കൃഷി ചെയ്യുന്നുണ്ട്, ചില ഭാഗത്ത് കൃഷിക്കുള്ള ഒരുക്കങ്ങൾ നടന്നുണ്ട്. നമ്മളങ്ങനെ ഓങ്കോള് കഴിയാൻ പോകാനുണ്ടോ. ഇത് കണ്ടോ മുമ്പിലൊരു സാധനം കുരിശൊക്കെ വെച്ചിട്ട്. ഇതുണ്ടോ കാൽവരി ടെമ്പിൾ ഉണ്ടോ. ഇത് പെന്തക്കോസുകാരുടെ പള്ളിയാണ്. നമ്മുടെ നാട്ടിലെ പെന്തക്കോസുകാരുടെ പള്ളിക്ക് കുരിശുമില്ല, ഒന്നുമില്ല. ഇവിടുത്തെ പെന്തക്കോസുകാർക്ക് അതൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ മറ്റേ ഓങ്കോള് മൊത്തം കഴിഞ്ഞു കേട്ടോ. രാജമന്ത്രി 300 ചിരാല ബോർഡ് കണ്ട. ആ ചിരാല വഴിക്ക് നമുക്ക് വിജയവാഡയ്ക്ക് പോകാട്ടോ. ചിരാല വഴിക്ക് വിജയവാഡയ്ക്ക് പോകുന്ന ഗുണം എന്താ വെച്ചാൽ കിലോമീറ്ററൊക്കെ സെയിം തന്നെ. സിംഗിൾ വഴിയാണ്. ടോളില്ലാന്ന് മാത്രം. ടോളില്ലാന്നല്ല, ടോൾ എൻ്റെ 2-3 ടോൾ കുറവാണ്. എന്തൊരു ആക്സിഡൻ്റ് ആണ്. വണ്ടി ക്യാബിനില്ല കേട്ടോ. എൻ്റെ പുറകിൽ കയറുന്ന വണ്ടിയുടെ പുറകിൽ പേടിച്ചതാ.
ഏതൊക്കെ അവലിരുന്ന ആൾക്കാർ മുഴുവൻ പോയിട്ടോ, അങ്ങനെ ഒന്നും പറ്റിയിട്ടില്ല. നമ്മുടെ മുമ്പിലേക്ക് ഒരു വണ്ടം മല, നമ്മളാ മല കയറൊന്നുമില്ല കേട്ടോ, ആ മലയുടെ സൈഡിൽ കൂടെ പോകും നമ്മൾ. മലയാ ഈ ലെഫ്റ്റ് പോണ വഴിയാണ് കേട്ടോ, ഹൈദരാബാദ് പോണ വഴി. ഗുണ്ടൂർ 85, ഭുവനേശ്വർ 889 കിലോമീറ്റർ. ഇവിടെ ഭയങ്കര കളവുള്ളൊരു സ്ഥലമാട്ടത്. ഇപ്പം നമ്മൾ യാത്ര ചെയ്യുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഭയങ്കര കളവുള്ള സ്ഥലമാണ്. അതിൽ വണ്ടി നിർത്തിയിട്ട് രാത്രി വണ്ടി നിർത്തി കഴിഞ്ഞാൽ വണ്ടി നിർത്തി കിടന്നുറങ്ങിയാൽ നമ്മുടെ വണ്ടിക്ക് അതിൽ നമ്മൾ ഷഡ് വരെ എടുത്തിട്ട് പോകും. അത്ര കളവുള്ളൊരു സ്ഥലം. 2016 ഞാൻ പട്ടിക്കാടുള്ള വണ്ടിയിൽ പോകുമ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരൻ ഡ്രൈവർ ശ്രീജിത്ത്, പിന്നെ അവൻ്റെ അളിയൻ, പിന്നെ വണ്ടിയുടെ ഓണർ സ്ഥലം കാണാൻ വന്നു. ഞങ്ങൾ 4 പേരോടെ വണ്ടി നിർത്തിയിട്ട് ഞാൻ കിടന്നുറങ്ങി. നേരത്തെ അവരോട് നിർത്തി ചായ കുടിക്കാൻ പോയി, ചായ കുടിച്ച് വന്നു. ആ ചായ കുടിക്കാൻ പോയ നേരത്തെ ഞങ്ങൾ 2 പേര് വണ്ടിക്കകത്ത് കിടന്നുറങ്ങുക. വണ്ടി ഓടിച്ച ഡ്രൈവർ ചായ കുടിക്കാൻ പോയി. 2 അല്ല 3 പേര് വണ്ടിക്കകത്ത് കിടന്നുറങ്ങുക. ഞങ്ങൾ മറ്റേ അവൻ ചായ കുടിക്കാൻ പോയ നേരത്തെ വണ്ടിക്കകത്ത് കയറി, അവൻ ലോക്ക് ചെയ്തില്ല. ആ നേരത്തെ വണ്ടിക്കകത്ത് കയറി വണ്ടി ഞങ്ങളുടെ 5 പേരുടെ 4 പേരുടെ മൊബൈൽ ഫോണും പേഴ്സും എല്ലാം ഉണ്ട്. ഇത്ര കുപ്രസിദ്ധി ചേർന്ന സ്ഥലം. അത് മാത്രമല്ല എപ്പോഴും ഡെയിലി മോശം നടക്കുന്ന സ്ഥലം അത്. നമ്മളങ്ങനെ ഇപ്പം ചിലക്കല്ലൂർപേട്ട പറയട്ടോ, ചിലക്കല്ലൂർപേട്ട. ഈ മുന്നിൽ കാണണ്ട വലിയൊരു പാലമണിയൊക്കെ കാണണ്ട, ഇതാണ് ചിലക്കല്ലൂർപേട്ട. നമ്മളിനി അധികം താമസിക്കാണ്ട് ആ പാലത്തെ കൂടെ കയറി പോകും. അപ്പം നമ്മൾ ഇപ്പം പോകണ ചിലക്കല്ലൂർപേട്ട ടൗണിൽ കൂടെ പോകേണ്ട കാര്യമില്ല. പിന്നെ ഓങ്കോളത്തെ മാതിരി ഇവിടെ ബൈപ്പാസ് വരും. ഇതാണ് ചിലക്കല്ലൂർപേട്ട ബൈപ്പാസ്. അധികം താമസമില്ല ഇങ്ങനെ വരാൻ. നമ്മളിപ്പോൾ പോകണത് ചിലക്കല്ലൂർപേട്ട ടൗണിൽ കൂടെ കയറിയിട്ടാണ് പോകണം. പണ്ട് ഇതേപോലെ തന്നെയായിരുന്നു. ഓങ്കോളും ശ്രീകാക്കുളവും വിശാഖപട്ടണം എല്ലാം ഇങ്ങനെ തന്നെയായിരുന്നു. രാജമന്ത്രി എല്ലാം ഇങ്ങനെയായിരുന്നു. രാജമന്ത്രി 235 കിലോമീറ്റർ, വിജയവാഡ 79, ശ്രീകാക്കുളം 570 കിലോമീറ്റർ. നമ്മളങ്ങനെ ചിലക്കല്ലൂർപേട്ട ടൗണിൻ്റെ ഭാഗങ്ങളാവാറായിട്ടാണ്. ചിലക്കല്ലൂർപേട്ട ആയിട്ടാ ടൗണായി. നമ്മൾ നേരത്തെ ചിലക്കൽ ഇപ്പോൾ ബോർഡ് കണ്ടില്ലേ, നമ്മൾ തൊട്ടും കണ്ടില്ലേ, കണ്ടില്ലേ? അത് NH16, ഇത് NH5 കണ്ടോ, NH5 കണ്ടോ. ഇതായിരുന്നു പഴയ നമ്പർ NH5. ഇവിടെ ഒരു 2-3 സീരിയലുണ്ട് അതിൻ്റെ ബ്ലോക്ക്. അത് ഇവിടെ 3-4 മിനിറ്റ് ബ്ലോക്ക് കിട്ടും. ഇതാണ് ചിലക്കല്ലൂർപേട്ട. പോലീസുകാരൻ നിൽക്കണ്ട, ഒരു ഓട്ടമില്ല, ചാടി കയറി പോണോ. നമ്മൾ ചിലക്കല്ലൂർപേട്ട കഴിഞ്ഞിട്ടുണ്ടോ, ഇനിയുണ്ട്. ഇനി ഒരു സിംഗല്ല, ഇനി അപ്പുറത്ത് പറഞ്ഞില്ലേ. ഇതൊക്കെയാണ് ചിലക്കല്ലൂർപേട്ട ടൗണിന്റെ ഭാഗങ്ങളാട്ടോ. ഇവിടെ ഒരു സിഗ്നലുണ്ട്, അതിൻ്റെ ബ്ലോക്ക് കിട്ടും. ഈ ഭാരതത്തിൽ വണ്ടി ഓടിക്കുന്നില്ലേ, തീരെ ക്ഷമയും തിരക്കും, ഏറ്റവും കൂടുതൽ തിരക്കുള്ള ആൾക്കാരാണ് ഈ കാർ ഡ്രൈവർമാർ. കാർ ഓടിക്കുന്ന ആൾക്കാർ തീരെ ക്ഷമയില്ലാത്ത ആൾക്കാരും തിരക്ക് കൂടുതലുള്ള ആൾക്കാരും. നമ്മളെ ചിലക്കല്ലൂർപേട്ട കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ നേരത്തെ നമ്മളെ കയറിയ ബൈപ്പാസില്ല, ആ ബൈപ്പാസ് തുടങ്ങുന്നിടത്തേക്ക് നമ്മളിപ്പോൾ പോയി കയറും. പലനാട് ഡിസ്ട്രിക്റ്റ്. ഇതൊക്കെ പാടങ്ങളായിരുന്നു, പാടങ്ങൾ. അതൊക്കെ റിയൽ എസ്റ്റേറ്റ് മാഫിയ കൈമാറി കൈകേറി കേട്ടോ. നമ്മൾ ചിലക്കല്ലൂർപേട്ട ടൗണിലേക്ക് കയറുമ്പോൾ ഞാൻ ബൈപ്പാസ് പറഞ്ഞിട്ടില്ല, ഇത് ആ കാരണം ബൈപ്പാസ് കണ്ടോ. ആന്ധ്രയിലത്തെ കാര്യം കാരണം വേഗം പണി തീരും. നമുക്ക് ഈ ടൗണിലൂടെ വരേണ്ട കാര്യമില്ല, ബൈപ്പാസ് ഇവിടെ വന്ന് കയറും. നമുക്ക് ഈ ടൗണും ഒഴിവായി കിട്ടി. ചിലക്കല്ലൂർപേട്ട ടൗണും അങ്ങനെ നമുക്ക് ഒഴിവായി കിട്ടി.
തോട്ടങ്ങളൊക്കെ നോക്കി അടുത്ത കൃഷിക്കുള്ള സെറ്റപ്പിന് വേണ്ടി റെഡി ആക്കി ഇട്ടേക്കണം. നമുക്ക് അടുത്ത ഘട്ടമാണ് ഗുണ്ടൂർ. ഗുണ്ടൂരുണ്ട്. ഗുണ്ടൂർക്ക് 25 കിലോമീറ്റർ. ഈ കിടക്കണ വണ്ടികൾ മുഴുവൻ മുളക് കയറ്റാൻ വേണ്ടി വന്നതാണ്. മുളക് മറ്റൽ മുളക്. നമ്മളിപ്പോൾ ഗുണ്ടൂർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രത്യേകത, ഇവിടുന്നാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും വറ്റൽ മുളക് കയറിപ്പോണത്. പക്ഷെ മുളക് കയറിപ്പോണ ഒരു സ്ഥലമാണ് ഇത് ഗുണ്ടൂർ. നമ്മളിപ്പോൾ ഈ കാണുന്ന ബിൽഡിങ്ങുകളെല്ലാം ഉണ്ടാവും. മുളക് കയറ്റണുണ്ടോ? എല്ലാം മുളകിൻ്റെ സ്റ്റോറേജ് ഗോഡൗണാണ് ഇവിടെ മുഴുവൻ. ഇത് ഗുണ്ടൂരിൽ നിന്ന് മെയിനായിട്ടുള്ളത്. ഇത് ലോഡ് കയറി നിൽക്കണോ, ലോഡ് കയറ്റാൻ നിൽക്കണോ. ഇതുണ്ടോ കോൾഡ് സ്റ്റോറേജ്, വറ്റൽമുളകിൻ്റെ സ്റ്റോറേജുകളാണ് അതെല്ലാം. നേരെ കാണുന്ന വഴി കണ്ടോ, അതാണ് ഗുണ്ടൂർ ടൗണിലേക്ക് പോണ വഴി. ഇതുണ്ടോ മുളക് കയറ്റി നിൽക്കണുണ്ടോ വണ്ടികൾ. നമ്മളങ്ങോട്ട് 2 ദിവസം മുന്നേ നമ്മൾ മുളക് കയറ്റി കെട്ടണ വീഡിയോ ഇട്ടുണ്ടായിരുന്നു കേട്ടോ. മുളക് കയറ്റിക്കണോ. ഈ ഗുണ്ടൂരിൽ നിന്ന് ആവണ മെയിൻ റോഡാണ് മുളക്. അടുത്ത വണ്ടി പായിട്ട് കെട്ടി, ഒരു വണ്ടി പായിട്ട് കെട്ടാണെന്നിട്ട് ഒരെണ്ണം വണ്ടി ഇടിച്ച് മറിഞ്ഞു കിടക്കണോ. പുറകെ പോയി ഇടിച്ചതാ. ഒരു കാലത്ത് ഈ റൂട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ആക്സിഡന്റ് ആയിരുന്നു. ഞാനൊക്കെ ഫസ്റ്റ് വരുന്ന സമയത്ത് എന്തുമാത്രം ആക്സിഡന്റ് നടന്ന റൂട്ടെന്ന് അറിയത്. അപ്പം അതിൻ്റെ പകുതിയിൽ ഒന്നും പോലും ഇല്ല ഇപ്പോൾ. ഇത് കണ്ടോ പുതിയ വിജയവാഡ ബൈപ്പാസ് പറഞ്ഞുണ്ടോ നോക്കിയാൽ വീട്ടുകാർ സാധനം പറഞ്ഞോ. അപ്പോൾ നമുക്ക് വിജയവാഡ ടൗണൊന്നും പോവാണ്ട് വിജയവാഡ നേരെ അമരാവതി വഴിക്ക് കയറി നമ്മൾ വിജയവാഡ ടൗൺ പാസ്സാവും. കാരണം മംഗലഗിരി എന്നാണ് ഈ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യണത്. ഭാരതത്തിൻ്റെ ഒരു കൊടി കിടന്ന് പറക്കണോ എന്താല്ലേ. നമ്മളങ്ങനെ വിജയവാഡ പോകാറായിട്ടാ കേട്ടോ. ഭാരതത്തിൻ്റെ ഒരു കൊടി പറക്കണോ കാണുമ്പോൾ തന്നെ ഒരു മനസ്സിനൊരു ഇതാണല്ലേ. എന്താ പറക്കല്ലേ രസം. ഭാരതത്തിൻ്റെ കൊടി കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഇൻട്രസ്റ്റ് ആണ്. ഐ ലവ് യു അമരാവതി. അമരാവതി എന്ന് പറഞ്ഞാൽ ആന്ധ്രാപ്രദേശിന്റെ പുതിയ ക്യാപിറ്റൽ കേട്ടോ. നമ്മളിപ്പോൾ അങ്ങനെ വിജയവാഡ ടൗണിലേക്ക് കിടക്കാൻ പോവാണ്. വെൽക്കം ടു വിജയവാഡ ടൗണിന്റെ പാലത്തിലേക്ക് നമ്മൾ കയറി കേട്ടോ. എന്താ പുഴലും മണല്. വെള്ളം അത്ര വലിയ കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ. ചില ഭാഗങ്ങളിൽ മാത്രമേ വെള്ളമുള്ളൂ. ഇതൊക്കെ മണലാണത്. ഞാൻ ഈ അടുത്ത കാലത്തൊന്നും ഈ നേരത്തെ ഇതിൽ വന്നിട്ടില്ല കേട്ടോ. ഒന്നുകിൽ പുലർത്തെ അല്ലെങ്കിൽ രാത്രിയാണ് പാസ്സാവാറ്. ഈ നേരത്തൊന്നും ഈ അടുത്ത കാലത്തൊന്നും ഈ വിജയവാഡ ടൗണിൽ വന്നിട്ടില്ല. നമ്മൾ ആ പാലം കടക്കാൻ പോകണ്ട, പാലം കഴിയാൻ പോകണം. പാലം കഴിഞ്ഞു. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് ഇപ്പോൾ ഒരു കാർ ഇറങ്ങി പോയണ്ട. കാർ ഇറങ്ങി പോകണ്ട. അതാണ് വിജയവാഡ ടൗണിലേക്ക് പോകണം. ആ വഴിക്കാണ് നമുക്ക് സാമ്പൽപൂര്, ആസാം, കൽക്കട്ട ഒഴികെ പോകണ വഴി. ആസാം വഴിക്ക് ആ വഴിക്ക് പോയാൽ നമുക്ക് കിലോമീറ്ററും കുറവുണ്ട്. ടോളിലാവാം. സാമ്പൽപൂരൊക്കെ ആ വഴിക്ക് പോവാം. ഞാനൊക്കെ പോണ വഴിയാ. ആ പോയ വീഡിയോ ഒക്കെ എൻ്റെ ഇതിലിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ 2 ബ്ലോക്ക് ഉണ്ട്. എന്താ വെച്ചാൽ ഈ നേരമായത് കാരണം ഇതിൽ തിരക്കുണ്ടാവില്ല. കാലത്ത് അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും. ഇവിടെ ഒരു ചെറിയൊരു ബ്ലോക്ക് ഉണ്ട്. അതേപോലെ ഈ വിജയവാഡ ടൗണിന് പ്രത്യേകത ഒരിക്കലും നമ്മൾ റൈറ്റ് സൈഡിലെ ട്രാക്ക് പിടിക്കരുത്. റൈറ്റ് സൈഡിലെ ട്രാക്ക് പിടിച്ച് വണ്ടി നീങ്ങില്ല. ലെഫ്റ്റ് സൈഡിലെ ട്രാക്ക് പിടിക്കുക. സാധാരണ നമ്മൾ ടൗണിൽ പോലെ ലോറികളൊക്കെ റൈറ്റ് സൈഡിലെ ട്രാക്കാണ് നീങ്ങില്ല, ലെഫ്റ്റ് സൈഡിലെ ട്രാക്ക് നീങ്ങില്ല. പക്ഷേ ഇവിടെ വിജയവാഡയിൽ റൈറ്റ് സൈഡിലെ ട്രാക്ക് നീങ്ങില്ല, ലെഫ്റ്റ് സൈഡിലെ ട്രാക്ക് നീങ്ങുള്ളൂ. ഇതാണ് റൈറ്റിലേക്ക് പോകാൻ വണ്ടികൾ നിൽക്കണുണ്ടോ.
നമ്മളിപ്പോൾ ഒരു വലിയൊരു പാലത്തിലേക്ക് ഒന്ന് കയറും കേട്ടോ. ആ പാലം വന്നു പറഞ്ഞപ്പോൾ നമുക്ക് ഈ നേരത്തൊക്കെ വിജയവാഡ ടൗണൊക്കെ എത്ര മണിക്കൂർ നമുക്ക് ലാഭം കിട്ടിയെന്നറിയാം. ഇതാണ് നമ്മൾ കയറാൻ പോണ പാലം. ഇനി കൊൽക്കട്ട 1200 കിലോമീറ്റർ ഉണ്ട്. ഈ ഒരു പാലം വന്ന കാരണം നമുക്ക് എത്ര മണിക്കൂർ ഈ നേരത്തെ ലാഭം കിട്ടി തരാം. നമുക്ക് 2 കിലോമീറ്റർ ഉണ്ട് ഈ പാലം. ഈ പാലത്തിൻ്റെ അടിയിൽ മുഴുവൻ സിഗ്നൽ 5-6 സിഗ്നലുണ്ട്. ഓല MG റോഡിലെ സിഗ്നൽ തന്നെ കിടക്കണ ഒരു 3/4 മണിക്കൂർ വേണ്ടി വരും. സ്വാതന്ത്ര്യ സമര സേനാനികളും ഛത്രപതി ശിവാജിയുടെ ഫോട്ടോ, പിന്നെ പഴയ ആൾക്കാരൊക്കെ ഫോട്ടോ ഉണ്ട്, കുറേ ഉണ്ട്. ആ പാലത്തിൻ്റെ മുകളിൽ കൂടെ തന്നെ പോകാൻ. വിജയവാഡ ടൗണിൻ്റെ ഭാഗങ്ങളാണ് ഫ്ലാറ്റുകൾ. അങ്ങനെ ആ പാലം കഴിയാൻ പോകണ്ട, പാലം കഴിയാൻ പോകണം. കുറേ ആൾക്കാരുടെ ഫോട്ടോ. അങ്ങനെ നമ്മൾ പാലം കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്കൊരു ബ്ലോക്ക് കിട്ടാൻ ചില ഓട്ടോ നഗറിലേക്ക് തിരേണ്ട സിഗ്നലുണ്ട്. അവിടെ ചിലപ്പോൾ ഒരു 5 മിനിറ്റ് കിട്ടും. അത് വലിയ കുഴപ്പമില്ലാത്തൊരു സിഗ്നല. ഇതാണ് ഓട്ടോ നഗറിൻ്റെ അവിടുത്തെ സിഗ്നൽ. ഓട്ടോ നഗർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പട്ടാളം. ഈ ഇവിടുത്തെ പട്ടാളത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഭാരതത്തിൽ ഇറങ്ങുന്ന എല്ലാ വാഹനങ്ങളുടെയും മോട്ടോർ വാഹനങ്ങളുടെ സ്പെയർ പാർട്സ് ഇവിടെ കിട്ടും. അത് വോൾവോ ആയാലും ഏത് വണ്ടിയാണെങ്കിലും ഭാരതത്തിൽ ഇറങ്ങുന്ന ഏത് വാഹനത്തിൻ്റെ സ്പെയർ അവിടെ കിട്ടും. പുതിയത് വേണമെങ്കിൽ പുതിയത് കിട്ടും, സെക്കൻഡ്സ് വേണമെങ്കിൽ സെക്കൻഡ്സ് കിട്ടും. അത് ഈ ഓട്ടോ നഗർ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഈ സിഗ്നലിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ ഓട്ടോ നഗറിൻ്റെ ഭാഗങ്ങളായി. ഞാൻ പറഞ്ഞില്ലേ, ലെഫ്റ്റ് സൈഡ് പിടിച്ചേ പോവുള്ളൂ, റൈറ്റ് സൈഡിൽ പിടിച്ച വണ്ടി നീങ്ങില്ല. ലെഫ്റ്റ് സൈഡിലെ ട്രാക്ക് നീങ്ങണണ്ട, റൈറ്റ് സൈഡിലെ ട്രാക്ക് നീങ്ങില്ല. സൈഡിലാണ് നമ്മൾ കയറി പോകുന്നുണ്ട്. നമ്മളെ എത്ര മുന്നിൽ കിടന്ന വണ്ടി അത് അവിടെ ഒപ്പം എത്തി നമ്മളുണ്ടോ. ഇനി അപ്പുറത്തെ ഒരു സിഗ്നലുണ്ട്, ഇത് ഇതേപോലത്തെ കുറച്ച് ടൈറ്റുള്ള സിഗ്നൽ. അപ്പോൾ നമ്മൾ യാത്ര ഈ വിജയവാഡ ടൗണിൽ കൂടെ തന്നെ കേട്ടോ. ഇവിടെ ഒരു സിഗ്നൽ ഇപ്പോൾ കുറച്ചുകൂടെ മുന്നണിയിലൊരു സിഗ്നൽ വരും. അവിടെ നിന്നാണ് അമരാവതി, വിജയവാഡയുടെ ക്യാപിറ്റൽ അമരാവതിയിലേക്ക് പോണ സ്ഥലം. ഇതാണ് ഞാൻ പറഞ്ഞത് വിജയവാഡയുടെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞത്, അമരാവതി എന്ന് പറഞ്ഞത്. ഈ സിഗ്നൽ വന്നപ്പോൾ നമുക്ക് വന്നപ്പോൾ തന്നെ ഓപ്പണായി, നമുക്ക് ലാഭം ഉണ്ടായില്ല. ആ ബസ്സൊക്കെ തിരിഞ്ഞു പോകണം കേട്ടോ. അതാണ് അമരാവതി, അതായത് വിജയവാഡയുടെ പുതിയ വിജയവാഡയുടെ ക്യാപിറ്റലിലേക്ക് പോണ വഴി അമരാവതി. ആ ബസ് തിരിഞ്ഞു പോകണം. അത് കടന്ന് നമ്മൾ വീണ്ടും ലെഫ്റ്റിലേക്ക് തന്നെ പിടിക്കുക. ആ ടൈലറൊക്കെ വരണില്ലേ, അതൊക്കെ അമരാവതി എന്ന് പറഞ്ഞ വണ്ടികളാണ്. റോട്ടുമ്പോഴത്തെ തിരക്ക് കണ്ട വണ്ടികൾ പാർക്ക് ചെയ്തും, അതായത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ വേറെ പാർക്ക് ചെയ്യാൻ സ്ഥലം വേണ്ടല്ലേ. വിജയവാഡ ടൗൺ കഴിയാറായിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇനി അതിന് ദൂരമില്ല. ഈ റൈറ്റ് സൈഡിലേക്ക് എപ്പോഴും വണ്ടികൾ തിരിയാനുള്ള കാരണമാണ് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ട്രാക്ക് പിടിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ ട്രാക്ക് പിടിച്ചാൽ വേഗം നീങ്ങുന്നുണ്ട്. ഇവിടെ ഒരു ക്രോസ് ഉണ്ട്. ആ പേട്ടയിൽ വണ്ടി നിർത്തിയാണ് അവരെ നിർത്തിയിട്ട് വർത്താനം പറഞ്ഞിരിക്കുന്നത്. ഇതുകൊണ്ട് നമ്മുടെ എത്ര മുമ്പിൽ കിടന്ന വണ്ടിയാന്ന് നോക്കിയാൽ വണ്ടി രണ്ടെണ്ണം നമ്മളവിടെ ഒപ്പത്തി കണ്ടോ. ഇതാണ് പറഞ്ഞത്, ലെഫ്റ്റ് സൈഡ് പിടിച്ചാലേ വണ്ടി നീങ്ങുള്ളൂ. നമ്മൾ സിമ്പിളായിട്ട് കയറിപ്പോയണ്ടോ.
നമ്മളവിടെ സിമ്പിളായിട്ട് ഒന്ന് കയറി പോകുന്നുണ്ടോ, 2 വണ്ടി അവിടെ കുടുങ്ങി. ഞാൻ പറഞ്ഞത് ലെഫ്റ്റ് സൈഡിലെ ട്രാക്ക് വിജയവാഡ ടൗണിൽ എപ്പോഴും ലെഫ്റ്റ് സൈഡിലെ ട്രാക്ക് പിടിക്കാൻ പോകും. അങ്ങനെ നമ്മൾ വിജയവാഡ ടൗണിൻ്റെ ഭാഗങ്ങൾ കഴിഞ്ഞു കേട്ടോ. വിജയവാഡ ടൗണിൻ്റെ ഭാഗങ്ങൾ കഴിഞ്ഞു. ഇതിനേക്കാൾ തിരക്കുള്ള സ്ഥലം അപ്പുറത്തുണ്ടായിരുന്നു, ഹനുമാൻ ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട്. നമ്മളിപ്പോൾ അവിടെ ബൈപ്പാസ് വന്നു പറഞ്ഞാൽ ഹനുമാൻ ജംഗ്ഷൻ വഴിക്ക് നമ്മൾ പോകണില്ല, കാരണം നമുക്ക് പിന്നെ ഇനി വലിയ തിരക്കില്ല. ഇനി കുറച്ച് നമുക്ക് റൈറ്റ് സൈഡിൽ എയർപോർട്ട് കാണാം. അപ്പോൾ ഇതാണ് നമ്മൾ കടന്നുപോയ വണ്ടി. എപ്പോൾ എത്ര നേരം മുമ്പ് നമ്മൾ കടന്നുപോയ വണ്ടി നോക്കിയപ്പോൾ ഇപ്പോൾ നമ്മളെ കയറി പോണേ. ഞാൻ രാത്രി വരുമ്പോൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടോ, നോക്കിയാൽ സൈഡിൽ നോക്കിയാൽ ഡിവൈഡറിനെ കൂടെ മരം വെച്ചാണോ. എന്തൊരു നല്ലൊരു ഗുണമെന്ന് പറഞ്ഞാൽ നല്ലൊരു ഗുണം അത് നമുക്ക് വണ്ടിക്കാർക്ക്. എന്താണെന്ന് വെച്ചാൽ രാത്രി ഓടിക്കുമ്പോൾ അതിൻ്റെ ഗുണം ശരിക്കും ഓപ്പോസിറ്റ് പറഞ്ഞ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് താരി നമ്മുടെ കണ്ണിലേക്ക് അടിക്കില്ല. ഇതുപോലെ ഭാരതത്തിലെ എല്ലാ ഹൈവേയിലും ഇങ്ങനെ വെക്കാറുണ്ട്. നമുക്ക് എന്ത് ഗുണമായിരുന്നില്ല വണ്ടിക്കാർക്ക്. ഇവിടെയൊക്കെ പണ്ടേ വെച്ചില്ല വലിയ മരം പോലെ, എന്നാലും അത് വെട്ടി ഒതുക്കി ഒരു നല്ല ഭംഗിയായിട്ട് അവർ നോക്കുന്നുണ്ട്. രാജമഹേന്ദ്രവരം അതാണ് രാജമന്ത്രിയുടെ പേരാണ് കേട്ടോ, രാജമഹേന്ദ്രവരം. കാരണം നമ്മൾ വിജയവാഡയുടെ ഫുള്ള് കാര്യങ്ങൾ കഴിഞ്ഞു കേട്ടോ. ഒരു വിമാനം ഇറങ്ങിപ്പോയി, ജസ്റ്റ് മിസ്സിങ് കിട്ടിയില്ല. ഇതാണ് കേട്ടോ വിമാനത്താവളം. ഇപ്പൊ അവിടെ ഒരു വിമാനം വന്നിട്ട് ഇറങ്ങിയിട്ട് വിമാനത്താവളം. വന്നിട്ടുണ്ട്. ഈ വിജയവാഡ റൂട്ടിലത്തെ ആദ്യത്തെ ലൈൻ ആർ ടി ഒ ചേർന്നത് ഇവിടെ ആയിരുന്നു ആദ്യത്തെ ലൈൻ ആർ ടി ഒ. അതിപ്പോൾ ഒരു ചെക്ക് പോസ്റ്റ് പോലെ. ഇപ്പം നല്ല വെയിൽ കാരണം നിൽക്കാത്ത ഒരു 5 മണിയാകുമ്പോൾ നിൽക്കും. ഒരു രാത്രി ഒരു 11 മണി വരെ ഉണ്ടാവും. അതുപോലെ പുലർച്ചെ ഒരു 4 മണിക്ക് വന്ന് നിൽക്കും, 9 മണി വരെ ഉണ്ട് പോകാം. ഈ വെയിലായത് കാരണം ഇപ്പം ഇല്ലാത്ത. നമ്മളെ വിജയവാഡ ടൗണിലേക്ക് കയറുന്ന നമ്മൾ ബൈപ്പാസ് കണ്ടില്ലേ, ഇതാണ് കേട്ടോ ബൈപ്പാസ്. ഇവിടെ വന്നിറങ്ങും കേട്ടോ. ഈ ബൈപ്പാസ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് വിജയവാഡ ടൗൺ ടച്ച് ആവേ വേണ്ട, സിമ്പിളായിട്ട് ഇറങ്ങും. നല്ല കാര്യം. ഇതൊക്കെയാണ് മോദി ഗ്യാരണ്ടി. നല്ലൊരു വികസിക്കട്ടെ, വഴിയൊക്കെ വികസിക്കട്ടെ, നല്ല നമുക്ക് കാര്യങ്ങൾ എടുക്കണ്ടോ. അടിപൊളിയായിട്ട് പറഞ്ഞു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് 6 ലൈനാട്ടോ. അതുകൊണ്ടാ ഇവിടെ വന്ന് 4 ലൈൻ വന്ന് ഇറങ്ങണം ബൈപ്പാസ്. ഇവിടുന്ന് അങ്ങോട്ട് 6 ലൈനാണ്. കാരണം നമ്മൾ വിജയവാഡ ടൗൺ മൊത്തം കഴിഞ്ഞു. ഇനി കുറച്ച് അങ്ങോട്ട് ദൂരം മുന്നോട്ട് പോയിട്ടാണ് ലെഫ്റ്റ് സൈഡിലാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഹനുമാൻ ജംഗ്ഷൻ എന്ന് പറയാം. നമ്മൾ ഹനുമാൻ ജംഗ്ഷനിലേക്ക് പോവില്ല, നമ്മൾ നേരെ തന്നെ പോകും. ഹനുമാൻ ജംഗ്ഷനിൽ ഇപ്പോൾ ബൈപ്പാസായി. നമ്മളങ്ങനെ വേലൂർ ടൗണിലേക്ക് ലെഫ്റ്റാ പോവാട്ടോ. ഈ പാലമൊക്കെ ഇപ്പം ഈ അടുത്ത് വന്നിട്ടുള്ള. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ലോറികൾ നിർത്തിയാണോ. ഇതെന്ത് സംഭവം തീ ഇടുന്ന ലോറിയൊക്കെ ഇവിടുന്ന് ലോഡ് കിട്ടും. ലോഡ് ഇതിൻ്റെയൊക്കെ മോളിൽ കയറ്റി കൊണ്ടുപോകാം. ഇവിടുന്ന് കണ്ടോ, ഇതായിരിക്കണ്ടോ ആ ചാക്കകൾ ഇരിക്കണ്ടോ. അതിപ്പോഴല്ല, ഇനി കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ഒരു 5 മണി 6 മണി ആകുമ്പോഴത്തേക്കും അവിടെ നിന്ന് അറിയും. അത് രാജമന്ത്രി ഉണ്ടാവും, കൽക്കട്ട വരെ ഉണ്ടാവും ലോഡുകൾ. അത് ഓരോ നമ്മളിപ്പോൾ കിടക്കുന്ന വണ്ടികളൊക്കെ ലോഡിൻ്റെ മുകളിൽ കയറ്റിയിട്ട് ബാക്കിലൊക്കെ ഗ്യാപ്പ് ഉണ്ടാവും, ലോഡിൻ്റെ മുകളിലും ഒക്കെ കയറ്റിക്കൊണ്ടുപോകും. അതിന് വേണ്ടി നിർക്കാൻ വേണ്ടിയാണ്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ വണ്ടികളൊന്നും അറിയും. ഇവിടെ വണ്ടിയുടെ മുകളിൽ ഇപ്പോൾ നോക്കിയ ആൾക്കാർ യാത്രക്കാർ ഇവിടെ വേറെ ഒരു 10-25 പേരെ മുകളിലിരിക്കുന്നുണ്ട്. നെൽപ്പാടങ്ങൾ കൃഷി തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. കൃഷി തുടങ്ങിയിട്ടേ ഉള്ളൂ. കണ്ണെത്താ ദൂരത്തോളം നെൽപ്പാടങ്ങളാണ്. ഇപ്പൊ നമ്മൾ കാണുന്നത് എണ്ണപ്പനത്തോട്ടങ്ങളാണ്. അത് കഴിഞ്ഞാൽ തെങ്ങ് വരും. ദൂരം നോക്കി എണ്ണപ്പനത്തോട്ടം. അത് കഴിഞ്ഞാൽ തെങ്ങായി. തെങ്ങിന് നടുക്ക് നെല്ല്. ഇവിടെ തമിഴ്നാട്ടിലെ പോലെ വലിയ കായ്ക്ക് വലിയ കൊണുള്ള കായല്ല കേട്ടോ. നമ്മളങ്ങനെ രാജമന്ത്രി ഓവറായി. ഇനി ഒരു 50 കിലോമീറ്റർ താഴെയുള്ള രാജമന്ത്രിക്ക്
എന്തോ കല്യാണ മണ്ഡപമാട്ടത്. അടുത്ത കൃഷി അന്നപ്പന. അടുത്ത കൃഷിസ്ഥലം. ഈ വഴിക്ക് വരുമ്പോഴേ നമുക്ക് ലാഭമുള്ള എന്താ വെച്ചാൽ മറ്റേ ആദ്യം ഈ വഴി വരുന്നതിന് മുമ്പ് ഈ വഴി 2016 ഓപ്പൺ ആയത്. ഇത് സിംഗിൾ വഴിയായിരുന്നു. അതിന് മുമ്പ് നമ്മൾ തണുക്ക് വഴിക്കും. ഞാൻ പല വീട്ടിലും പറഞ്ഞു തണുക്ക് വഴിക്ക് പോകണമായിരുന്നു. അപ്പോൾ 40 കിലോമീറ്ററും കൂടുമായിരുന്നു. ഇപ്പോൾ 40 കിലോമീറ്റർ കുറവാണ് ഈ വഴിക്ക്. ഇവിടെ നോക്കിയാൽ ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ നെൽപ്പാടങ്ങൾ. ഇതെന്താ കൃഷി സ്ഥലങ്ങളാണ്. ഇപ്പുറത്തൊക്കെ കരിഞ്ഞു തുടങ്ങിയിട്ടാ. അത് ഇത് കഴിഞ്ഞിട്ടില്ല. അത് അപ്പുറത്തെ എണ്ണപ്പന. എണ്ണപ്പനയുണ്ട്. നമ്മളങ്ങനെ ഇപ്പോൾ രാജമന്ത്രിക്ക് അതൊന്നും ഇല്ല കേട്ടോ. നല്ല ചൂട് നല്ല ബെസ്റ്റ് വെയിലാണ്. കാട് പിടിച്ച് കിടക്കുന്ന പോലത്തല്ല. കാട് ഫോറസ്റ്റ് ഒന്നും ഇല്ല കേട്ടാ. ഈ ചുമ്മാ കാട് പിടിച്ച് കിടക്കില്ലേ, അങ്ങനത്തെ പരിപാടിയാണ്. എണ്ണപ്പനയൊക്കെ ഉണ്ടായിരുന്നത് 1, 2, 3 ഒക്കെ ആയിട്ട്. ആ അത്രയും ചെറിയൊരു ഗ്യാപ്പ് കിട്ടി അവിടെ കണ്ട കൃഷി ഉണ്ടോ. ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ അവിടെ കൃഷി. നെൽപ്പാടങ്ങളുടെ നടുവിലൂടെ നമ്മുടെ യാത്ര. ഇപ്പോൾ ഒരു കൃഷി കഴിഞ്ഞ് അടുത്ത കൃഷികൾ തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിലേക്ക് വരണത് എല്ലാവരും കേട്ടോ. നമ്മുടെ രാജമന്ത്രിയിൽ നിന്നാണ് നമ്മുടെ നാട്ടിലേക്ക് എണ്ണവൻ അരി വരുന്നത്. നമ്മുടെ നാട്ടിൽ രാജമന്ത്രിയിൽ നിന്ന് കോവൂരോ. അങ്ങനെ നമ്മൾ കോവൂരോ നെൽപ്പാടങ്ങളുണ്ടോ. കണ്ണത്താ ദൂരത്തോളം കണ്ടോ. ഇത് കണ്ട 2 ടിപ്പർ തൂക്കണുണ്ടോ. ഇത് നമ്മൾ ഓവർലോഡാണ്. അതായത് ആ വണ്ടിക്ക് പെർമിറ്റിലും കൂടുതലുള്ള ലോഡ് വന്നപ്പോൾ പിടിച്ചിട്ട് തൂക്കണത്. ഈ വണ്ടിയിലിരിക്കുന്ന 2 ബിരിയാണി ചെമ്പ് നോക്കിയാൽ 2 വണ്ടം ബിരിയാണി ചെമ്പ്. 2 വണ്ടം ബിരിയാണി ചെമ്പ്. നമ്മളങ്ങനെ ഗോദാവരി നദിയുടെ പാലം കിടക്കാൻ പോകണ്ട. ഗോദാവരി നദിയുടെ പാലം കിടക്കാൻ പോകണം. ഗോദാവരി ഈ ഒരു പാലം വന്നതിന് ശേഷമാണ് ഈ റോഡ് ഓപ്പൺ ആയത്. കണ്ടോ ഗോദാവരി. നടുക്ക് തുരുത്ത് പോലെയൊക്കെ കുറേ ഭാഗങ്ങളുണ്ട്. ഞാൻ എൻ്റെ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടാണ്. ഗോദാവരി നദി. എന്താന്ന് വെച്ചാൽ നദിയില വണ്ട നദി കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതിന് നടക്ക് തുരുത്ത് പോലെ സ്ഥലം കണ്ടു പറഞ്ഞില്ലേ. നമ്മളാ ഭാഗങ്ങളിലേക്ക് കിടക്കാൻ പോകട്ടോ. തുരുത്ത് പോലെ ഭാഗങ്ങൾ കേട്ടോ. കണ്ടോ നടക്ക് തുരുത്ത് പോലുള്ള ഭാഗങ്ങളിലേക്ക് ഇപ്പോൾ നമ്മൾ കിടക്കും. കണ്ടോ തുരുത്ത് പോലത്തെ ഭാഗങ്ങളുണ്ടോ. ഇതൊക്കെ മണൽ മാത്രമേ ഉള്ളൂ. മണൽ കണ്ടോ ദൂരം മണലാന്ന് നോക്കിയാൽ. നമ്മളങ്ങനെ ഗോദാവരി കഴിയാൻ പോകണ്ടോ. അങ്ങനെ നമ്മൾ ഗോദാവരി കഴിഞ്ഞു. ഈ വണ്ടിയിലെ വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര ചാട്ടുണ്ട്. നമ്മുടെ ചെറു വണ്ടിയിൽ വീഡിയോ എടുക്കുമ്പോൾ ഇത്ര ചാട്ടില്ല. സംഭവം മൊബൈൽ സ്റ്റാൻഡിന്മേലാണ്. ഇതിലുമ്പോൾ സ്റ്റാൻഡിന്മേലാണ് ഭയങ്കര ചെറുക്കിങ്. ഭക്ഷണം കഴിച്ചിട്ടാ കണ്ടോ. ഇപ്പോൾ സമയം കണ്ട 5:40 40 നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. രാത്രി മാക്സിമം ഓടി ഒറീസേ കയറണം. കാരണം വണ്ടി ലേറ്റ് ആവില്ല. ഞാൻ ഇന്നലെ
ഇന്നലെ മിഞ്ഞ ടയർ അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി പോയിട്ട് അവിടെ പണി ചെയ്താണ് ബുദ്ധിമുട്ടായത്. അലൈൻമെൻറ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അവിടെ നിന്ന് വണ്ടി എടുത്ത് പോകുന്നു. അയക്കാന്നില്ല ടയർ സാധനമായിട്ട് വഴിയിട്ട് നമുക്ക് താമസം കളിക്കാനും പറ്റില്ല. ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല. മിനിഞ്ഞാന്ന് രാത്രി ഒരു 11 മണിക്ക് കിടന്നിട്ട് 5 മണിയായപ്പോൾ എഴുന്നിട്ട് 4 മണിക്കൂർ. ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല, പകൽ ഉറങ്ങിയിട്ടില്ല. ഇന്ന് പകൽ ഉറങ്ങിയിട്ടില്ല. ഇന്ന് രാത്രി മാക്സിമം ഓടി എത്തണം വണ്ടി, അല്ലെങ്കിൽ പണി പോകും. ഞാൻ ഭക്ഷണം അതാണ് ഇപ്പോൾ ഭക്ഷണം കഴിച്ചു. ഇപ്പോൾ ഭക്ഷണം കഴിച്ചാൽ നമുക്ക് ഉറക്കം കുറച്ച് തട കിട്ടും. നമ്മളങ്ങനെ അവിടെ ഭക്ഷണം കഴിച്ചിട്ട് വണ്ടി എടുത്ത് പോട്ടെ. നേരം വിളിക്കുമ്പോഴത്തേക്കും ഭുവനേശ്വർ എത്താൻ നോക്കണം. നമ്മൾ രാജമന്ത്രി ആയിട്ടാ ആ ഗോദാവരി നദി കഴിഞ്ഞിട്ട് ഇവിടെ നിർത്തി ഇപ്പോൾ കഴിച്ചാൽ ഞാൻ 5:30 ആയത് കാരണം നിർത്തി കഴിച്ചതാ. പുറത്തോട്ട് കഴിച്ചു കഴിഞ്ഞാലേ ഉറക്കം വരും. നമ്മൾ ഹൈവേയിൽ കയറിട്ടാ. ആ വഴിയാണ് രാജമന്ത്രി ടൗണിൽ നിന്ന് പറഞ്ഞ വഴി. നമ്മളിപ്പോൾ ഈ പറഞ്ഞ വഴി ഓപ്പൺ ആവുന്നതിന് മുമ്പ് നമ്മളെല്ലാ വണ്ടികളും ആ വഴിക്കാണ് വന്നുകൊണ്ടിരുന്നത്. ഇതാണ് രാജമന്ത്രി ടൗണിൽ നിന്ന് പറഞ്ഞ വഴി. രാജമന്ത്രി ടൗണിൽ നിന്ന് പറഞ്ഞ വഴിയാണ് നമ്മളിപ്പോൾ കാണണട്ടാ. നമ്മളിപ്പോൾ ഈ വഴി നേരെ വന്ന് കയറും. രാജമന്ത്രി ടൗണിൽ നിന്ന് പറഞ്ഞ വഴി. നമ്മളെങ്ങോട്ട് മാറിയില്ല, വന്ന റോഡിൽ കൂടെ തന്നെ ഇങ്ങോട്ട് പോകുന്നു. ഇനി നമുക്ക് അടുത്ത് കിട്ടുന്നതാണ് അന്നാവരം. അന്നാവരത്തെ ഇരുട്ടോ. ഇനി ഒരു 10-80 കിലോമീറ്റർ ഉണ്ട് അന്നാവരം. ആ രാജമന്ത്രി കഴിഞ്ഞിട്ടുള്ളൊരു കാട് പോലത്തെ ഒരു സ്ഥലമാട്ടത്. ഇത് കുഴപ്പമില്ലാത്തൊരു കയറ്റമാണ്. അതായത് നമ്മുടെ വണ്ടിക്ക് വലിയ കാര്യമൊന്നുമില്ല, ലെവൽ റോഡാണ്. നല്ല കയറ്റം പോലെ ഉണ്ട്. വേറെ പോണ നേരത്തെ നമ്മൾ കണ്ട ബിരിയാണി ചെമ്പ്. ഇനി നമുക്ക് കൊൽക്കട്ട 1075 കിലോമീറ്റർ ഉണ്ട് കൊൽക്കട്ടയ്ക്ക്. നമ്മൾ നേരത്തെ കണ്ട ബിരിയാണി ചെമ്പ് പോകണം. ബിരിയാണി ചെമ്പ് 2 അങ്ങനെ നമ്മളെ രാജമന്ത്രി കഴിഞ്ഞു. രാജമന്ത്രി ടൗൺ മൊത്തം ടൗണിൽ കൂടെ നമ്മൾ പോയില്ല. നമ്മൾ ഇപ്പുറത്തെ തണുക്ക് വഴിക്ക് വരുമ്പോഴാണ് രാജമന്ത്രി ടൗണിൽ പോകുള്ളൂ. നമ്മൾ കോവൂർ വഴിക്കല്ലോ എന്നാണ്. ഇപ്പോൾ സന്ധ്യയായി, ഇരുട്ടായി തുടങ്ങി. അപ്പോൾ ഞാൻ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നമ്മളിന്ന് കാലത്ത് ഇന്നലെ കാലത്ത് 11 മണിക്കാണ് നമ്മൾ ഇവിടുന്ന് സേലത്ത് വണ്ടി എടുത്ത് പോരുമ്പോൾ. എന്നിട്ട് ഇന്നലെ പകൽ മൊത്തം ഓടി, രാത്രി മൊത്തം ഓടി, നേരെ പുലർന്ന് 6 മണി വരെ 6:30 വരെ നോക്കിയപ്പോൾ 572 കിലോമീറ്റർ വണ്ടി ഓടി. 572. ഇന്ന് കാലത്ത് 6:30 തൊട്ടിട്ട് ഇപ്പോൾ സമയം 6:30. 12 മണിക്കൂർ കൊണ്ട് വണ്ടി ആകെ ഓടിയേക്കണത് 424 കിലോമീറ്റർ. അത് പറയാൻ കാരണം എന്താ വെച്ചാൽ, കിലോമീറ്റർ പറയാൻ കാരണം എന്താ വെച്ചാൽ, നമ്മുടെ ചെറുവണ്ടി ആണെങ്കിലും ഇപ്പോൾ പോകണോ സാധനം അതൊക്കെ പോകണ നമുക്ക് കൊത്തിയാവുക. അതൊക്കെയാണെങ്കിൽ നമുക്കൊരു 55-60 ആ റേഞ്ചിൽ പോവാം. നമുക്ക് 60-ൽ നമുക്ക് പോവാം. നമുക്ക് ഈ വണ്ടി പോകാൻ പറ്റില്ല. ഇത് 40-45 മണി പോകാൻ പറ്റില്ല. കാരണം വെച്ചാൽ മൈലേജ് ഉണ്ട്. അക്കോമഡേറ്റ് പോകണ പോക്കൊക്കെ ഒരു 60-70 സ്പീഡുള്ളത്. ഇപ്പോൾ നമ്മൾ ചെറുവണ്ടി ആണെങ്കിൽ നമ്മളിപ്പോൾ ഈ നേരം കൊണ്ട് കാലത്ത് 6 മണിക്ക് എടുത്തു കഴിഞ്ഞാൽ രാത്രി 10 മണിയാകുമ്പോൾ എങ്ങനെ കളിച്ചാലൊരു 800. ഇപ്പോൾ ഈ ഹൈവേയിലൊക്കെയാണെങ്കിൽ 800-900 കിലോമീറ്റർ ഉണ്ട്. ഇപ്പോൾ നമ്മളിന്ന് കാലത്ത് 6:30 കിലോമീറ്റർ നോക്കിയെന്ന് വെച്ചിട്ട് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ വണ്ടി ഏറെക്കുറെ ബെറാമ്പൂരത്തിൻ്റെ ഒറീസൊക്കെ കയറിയിട്ട് പോകും. വണ്ടി ഒറീസൊക്കെ കയറിയതിനെ. അതായത് ഈ സമയം കൊണ്ട് നമ്മുടെ വണ്ടി ഒരു 250 കിലോമീറ്റർ ഇപ്പോൾ പുറകിൽ ഓടണം. കാരണം ഇതാണ് ഈ സ്പീഡിൽ പോകാൻ പറ്റില്ല. 45-50 മേളിൽ പോകാൻ പറ്റില്ല. കാരണം അല്ലെങ്കിൽ തന്നെ വണ്ടിക്ക് മൈലേജ് കുറവാണ്. 3.5 ഉള്ളൂ മൈലേജ്. ഈ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കട്ടെ. അപ്പോൾ ഇനി നാളത്തെ വിശേഷങ്ങളുമായി നാളെ വരാം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തരിക.